السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞതാണ്. 2-3 ദിവസമായി വരാത്തത്. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം, നാം പലപ്പോഴും ചിന്തിക്കുകയാണ്, ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെട്ടവൻ, എൻ്റെ മകൻ ഒരാളെ വധിക്കാൻ വേണ്ടി പോവുകയാണ്, പോയപ്പോൾ നമ്മൾ തന്നെയാണ് ആദ്യം ആക്രമിച്ച് മരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്, നമ്മൾ ഷഹീദിൻ്റെ കൂലിയാണ്, ഞങ്ങൾ സ്വർഗത്തിൽ തന്നെ പോകും, കാരണം നമ്മളവനെ കൊന്നല്ലേ. വാസ്തവത്തിൽ ഇവൻ്റെ മനസ്സിലും എന്നുള്ളത് എന്താണ്? അവനെ കൊല്ലണം. അവനെ കൊല്ലാനാണ് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടത്. പുറപ്പെട്ടപ്പോൾ അവർ ഇങ്ങോട്ട് എന്നെ ആദ്യം തന്നെ ഒതിച്ചു കളഞ്ഞു. ആ ഒതിച്ചതിൻ്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ വീട്ടുകാരും മറ്റു കുടുംബക്കാരൊക്കെ പറഞ്ഞ് അവരാണ് അവനെ കൊന്നത്, അതുകൊണ്ട് ഓൻ ഇവിടുന്ന് രക്ഷപ്പെട്ട, ഓനിവിടെ കൊന്നാലും ഓനിക്ക് അവിടെ എന്തുണ്ട്, ഓന് ഷഹീദിനെ കൂലി രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പറയുന്നുമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറയുന്നു? റസൂല പറയുന്നു, ഖാതിലും മഖ്തൂലും നരകത്തിൽ പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? അതൊരു വിഷയം തന്നെയാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ഒരാളെ കൊന്നാൽ കൊന്നവനും നരകത്തിൽ പോവുകയാണ്, കൊല്ലപ്പെട്ട ഞാനും നരകത്തിൽ പോകുന്നു, കൊല്ലപ്പെട്ട ഓനും നരകത്തിൽ പോകുന്നുണ്ട്. ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി പോയാൽ ഈ ഞാനല്ല ഇപ്പം നരകത്തിൽ പോവുക, ഞാനും പോകുന്നുണ്ട് നരകത്തിൽ, അവനും നരകത്തിൽ പോകുന്നുണ്ട്. എന്തേ കാരണം? അങ്ങനെ പോകാൻ? അത് വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ എന്തെല്ലാം കലാപങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ആ പ്രശ്നത്തിൻ്റെ ഒക്കെ പിന്നിൽ നമ്മളുണ്ടാകും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനെപ്പറ്റി ഒരുപാട് വിഷയം പറയാണ്ട്. ഞാൻ ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാതിലും മഖ്തൂലും നരകത്തിൽ തന്നെയാണ്. ബുഖാരിൻ്റെ ഹദീസാണ്. അങ്ങനെ വരുന്നത്? ഖാതിലും മഖ്തൂലും, കൊന്നവരും കൊല്ലപ്പെട്ടവരും നരകത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ നബി ബക്റത നുഫൈ ഇബ്നുൽ ഹാരിസ് തഖഫി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂൽ പറയാണ്, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി എന്നിട്ടോ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, എന്നിട്ട് അതിൽ കൊന്നവരും കൊല്ലപ്പെട്ടവരും രണ്ടാളും നരകത്തിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഇവൻ്റെ മനസ്സിലും ഇവനെ കൊല്ലാൻ തന്നെ വന്നത്, ഇവനെ കൊല്ലണം തന്നെ മനസ്സിലാക്കി വന്നതാ. അങ്ങനെ രണ്ടാളും പരസ്പരം യുദ്ധം ചെയ്തപ്പോൾ, കൊല നടത്തിയപ്പോൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടത്തിയപ്പോൾ ഒരാളതിൽ നിന്ന് മരിച്ചുപോയി. എന്നാൽ മരിച്ചവരും നരകത്തിലാണ്, ഈ കൊന്നവരും നരകത്തിലാണ്. അതാ പറയുന്നത്, ഫിന്നാർ, ഖാതിലും മഖ്തൂലും, കൊല്ലപ്പെട്ടവരും കൊന്നവരും രണ്ടാളും നരകത്തിൽ തന്നെയാണ്. ഖുൽതു യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ല നബിയെ, അങ്ങനെ ഉണ്ടാകല്? നമ്മൾ ചോദിക്കൂലേ? നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഒരാളെ മുഖം നോക്കിയിട്ട് പറഞ്ഞാൽ, നീ അവനെ കൊന്നല്ലേ, ഓൻ ഏതായാലും സ്വർഗത്തന്നെ, നീ എന്താണ്, നിനക്കാണ്, നീ നരകത്തിൽ എന്ന് പറയും. കാരണം അതിൻ്റെ ഭവിഷ്യം എന്താണ്? റസൂല പറയാണ്, രണ്ടാളുടെയും മനസ്സിൽ എന്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം കൊല്ലുമ്പോൾ. അതാണ് ഖുൽതു യാ റസൂല ചോദിച്ചു എന്ന് അവിടെ റസൂലയോട്, ഹാദൽ ഖാതിലു ഫമാ ബഅൽ മഖ്തൂലി, അത് കൊന്നവരെ ഏതൊരു നരകത്തിലും. ഓക്കേപ്പാ, ഇപ്പം ഞാൻ ഒരാളെ കൊന്ന ഞാൻ നരകത്തിലാണെന്ന് ഓക്കെയാണ്. അല്ല, മഖ്തൂൽ എങ്ങനെയാണ് നരകത്തിൽ എടുക്കുന്നത്? കൊല്ലപ്പെട്ടവൻ, ഞാൻ ആരെയാണോ കൊന്നത്, ആ കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിൽ പോവുക? അതെങ്ങനെ നരകത്തിൽ പോവാൻ? ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഈ വിഷയം പഠിച്ചു വരിക്കണം. ഖാതിലും മഖ്തൂലും രണ്ടാളും നരകത്തിൽ പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചോദിക്കുകയാണ്, അതെങ്ങനെ നബിയെ മഖ്തൂല് നരകത്തിൽ പോകാൻ? ഖാതിൽ ഏതായാലും ഒക്കെയാണ്, കൊന്നവര് നരകത്തിൽ തന്നെയാണ്. ഫമാ ബഅൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത് നബിയെ? ഖാല ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, ആ കൊല്ലപ്പെട്ട മഖ്തൂലും നരകത്തിൽ പോകാനുള്ള കാരണം അവൻ്റെ മനസ്സിലും അവൻ്റെ വൈരാഗ്യം ഇവനെ കൊല്ലാനാണ്, ഇവനെയും കൊല്ലണമെന്ന് മനസ്സിലാക്കിയിട്ട് അരസം വെച്ചുകൊണ്ട് വന്നതാ.
അപ്പം ഇവരും വന്നത് ഇവനെ കൊല്ലാനാണ്, ഇവരും വന്നത് ഇവനെ കൊല്ലാനാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി കൊല്ലണം എന്ന് വെച്ചാൽ രണ്ടാളും ഫൈറ്റിലൂടെ വന്നതാണ്. അല്ലാണ്ട് പെട്ടെന്നുള്ള പറഞ്ഞല്ല. പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആളല്ല, കൊല്ലുന്ന ആളല്ല. അപ്പോൾ ഒരാളെന്താണ് ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ ഒതിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിൽ എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാളെന്താക്കി ആക്രമിച്ചിട്ട് അവനെന്താക്കി മൂത്താക്കി അവനെ കൊന്നു കഴിഞ്ഞാൽ ഓരോ മക്തൂല് നരകത്തിൽ തന്നെയല്ല. ആ വിഷയമല്ല പറഞ്ഞത്. അവൻ എങ്ങനെ നരകത്തിൽ പോവുക? അവനിവനായിട്ടൊരു ബന്ധയില്ല. ഇവന് കൊല്ലണമെന്നോ ആക്രമിക്കണമെന്നോ ഓർക്ക് അറിയയില്ല. അങ്ങനെയുള്ളവരെ മക്തൂലായവൻ നരകത്തിലല്ല പറഞ്ഞത്. പിന്നെ ആരാണ്? അവർ ചെയ്തതിനൊക്കെ കൂടി കിട്ടും. ഇവിടെ പറഞ്ഞതാണ് കാത്തിലും മക്തൂലും രണ്ടാളും ആ വിഷയത്തിനോ ഖാന ഹരീസനലാക്കാത്തി സാഹിബിഹി, ആ കൊല്ലപ്പെട്ടവനും ഇവനെ കൊല്ലണമെന്ന് മനസ്സിലാക്കി രാഷ്ട്രം വെച്ചുകൊണ്ട് വന്ന ആളാണ് രണ്ടാളും. അതുകൊണ്ടാണ് രണ്ടാളും നരകത്ത് പോകുന്നത്. അതുകൊണ്ടാണ് കാത്തിലും മക്തൂലും നരകത്തിൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാണ്ട് ഇങ്ങനെ റോട്ടിലേക്ക് കൂടി പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ പോകുമ്പോൾ ഈ മക്തൂലായ ആൾ എന്നെ കാത്തിരി കൊല്ലുന്ന ആൾ ഇവൻ എന്തിനാ കൊന്നത് എനിക്ക് അറിയയില്ല, എന്തിനാ എന്നെ കൊന്നത് അറിയില്ല. അങ്ങനെയുള്ളവരല്ല നരകത്തിൽ. പിന്നെയോ ഈ മക്തൂലായ ആളുകളും ഇവനോട് എന്തുണ്ട്? അരസ്യമുണ്ട്, കൊല്ലണമെന്ന് വെച്ചിട്ട് തന്നെ വന്നത്. അങ്ങനെയാണ് കാത്തിലും മക്തൂലും നരകത്തിൽ പോകുന്നത്. അല്ലാതെ പോകുന്ന വയ്ക്കും ഒരാളെ കൊന്ന നീ നരകത്തിൽ അങ്ങനല്ലേ പറഞ്ഞൊരു ഹദീസ്. തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ഇവിടെ പറഞ്ഞ കാത്തിലും മക്തൂലും കൊല്ലാൻ, മക്തൂലിനെ കൊന്ന് നരകത്തിൽ പോകാൻ കാരണം ഇന്നൗകാന ഹരീസൻ അലാ ഖത്രി സാഹിബിഹി, അവൻ ഇവനെ കൊല്ലണമെന്ന് അവൻ്റെ ആയുസ്സം വെച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ കൊന്നപ്പോൾ ആദ്യം ആരും ഒരാൾ മരിക്കുമല്ലോ, അങ്ങനെ ആയതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ശ്രദ്ധിച്ച് ഈ വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഈ കാത്തിലും മക്തൂലും ഏതെങ്കിലും ഒരു വീട്ടിലോ ജ്യേഷ്ഠാഞ്ജനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ കുടുംബ പ്രശ്നമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ അയൽവക്കത്തിലുള്ള ആളുകൾ പരസ്പരം അവനും ഇവനും കൊല്ലണമെന്ന നേരത്തെ തന്നെ ആക്രമിക്കണമെന്ന ആഗ്രഹത്തോടെ വന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട്ടോ, മറ്റൊരു നമുക്ക് വിഷയം പറയേണ്ടതില്ല, മുസ്ലിങ്ങളായ ആളുകൾ കാത്തിരായി മക്തൂലും രണ്ടാളും ഈ വൈരാഗ്യം വെച്ച് വന്നാൽ രണ്ടാൾ നരകത്തിൽ പോകും. വളരെ ശ്രദ്ധിക്കണം ഈ വിഷയം, എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. കുടുംബത്തിലും അല്ലാത്ത അയൽവക്കത്തിലൊക്കെ ഇപ്പോൾ പ്രശ്നം നടക്കുകയാണ്. ഇപ്പം കൊല്ലലെന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ആ കൊല്ലൽ എന്താണ്? അങ്ങനെ വെറുതെ കൊല്ലലല്ല മക്തൂല് നരകത്തിൽ. ഇവിടെ രണ്ടാൾക്കും ഹർസ ഉണ്ടെങ്കിൽ അവൻ ഇവനെ കൊല്ലണം, അവനെ കൊല്ലണം എന്ന മനസ്സോടെ വന്നാൽ അങ്ങനെ വെച്ചുകൊണ്ട് വന്നിട്ട് പോയവനാണ് രണ്ടാളും കാത്തിലും മക്തൂലും നരകത്തിൽ പോകുന്നത്. ഈ വിഷയം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. അല്ലാത്ത സാധാരണക്ക് പോയിട്ട് മക്തൂലിനെ കൊന്നാൽ അവനല്ല, രണ്ടാളും ഇങ്ങനെ ഹർസം വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകുമ്പോൾ കൊല്ലുമ്പോഴാണ് നരകത്തിൽ കാത്തിലും മക്തൂൽ നരകത്തിൽ പോകുന്നത്. ഈ വിഷയം ശ്രദ്ധിക്കണം, പഠിക്കണം, പഠിപ്പിക്കുകയും വേണം എന്നാണ് ഈ ടൂല് കാണുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇന്ന് നല്ല മാസമാണ് റമദാൻ വരുന്നത്. നാളെക്കപ്പുറം മദ്രസയിലേക്ക് എക്സാം നടക്കുകയാണ്. അള്ളാഹു എല്ലാവരും വിജയിപ്പിച്ച് തരുമാറാവട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തി അള്ളാഹു ഇട്ട് കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിഷയം എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും അറിയിക്കണം. അങ്ങനെ അക്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഈ ടൂലിലൂടെ ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും.